ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ സ്നേഹമുള്ള വിശ്വാസികളുടെ KKICയുടെ കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികൾ, വിവിധ യൂണിറ്റുകളിലെ ഭാരവാഹികളും പ്രവർത്തകരും അനുഭാവികളുമായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും നമുക്ക് വേണ്ട സർവ്വതും ഒരുക്കി വെച്ച് നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ച ചില സന്ദർഭങ്ങൾ സ്വഹാബിമാര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു സംഭവം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പല്ലുകൾ കാണുന്ന രൂപത്തിൽ ചിരിച്ചതിനെ കുറിച്ച് സ്വഹാബിമാര് പറയാം. എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചിരിച്ചതിന്റെ കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, പരലോകത്ത് അല്ലാഹുവും ഒരടിമയും തമ്മിലുള്ള സംസാരത്തെ കുറിച്ച് ആലോചിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിക്കുന്നത്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവസാനമായി നരകത്തിൽ നിന്ന് പുറത്തു വരികയും അവസാനമായി സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ എനിക്കറിയാം. അയാൾ നടന്നു വരാൻ കഴിയാതെ ഇഴഞ്ഞുകൊണ്ടായിരിക്കും നരകത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കുക. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ആവശ്യപ്പെടും. അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചു നോക്കുമ്പോൾ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെയെല്ലാം ആദ്യമാദ്യം പ്രവേശിച്ചവർ വീതിച്ചെടുത്തിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നും. ആ മനുഷ്യൻ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പറയും, അല്ലാഹുവേ, ഞാൻ ഇനി സ്വർഗത്തിൽ പ്രവേശിച്ചിട്ട് എനിക്ക് എന്താണ് അവിടെ ലഭിക്കുക? ആ മനുഷ്യനോട് റബ്ബ് സുബ്ഹാനഹു വ തആല തിരിച്ചു പറയുകയാണ്, നിന്റെ കഴിഞ്ഞ കാല ജീവിതത്തെ കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടോ? ആ മനുഷ്യൻ പറയും, അതെ. എങ്കിൽ എന്താണ് നിനക്ക് വേണ്ടത്? അത് നീ ആഗ്രഹിക്കുക. ആ മനുഷ്യൻ ആഗ്രഹിക്കുമെന്ന്, വേണ്ടതെല്ലാം ആഗ്രഹിച്ച് ആഗ്രഹങ്ങൾ പൂർത്തിയാകും. അത് തന്നെ ഒരു അത്ഭുതം. ഈ ലോകത്തൊരു മനുഷ്യനും സംഭവിക്കാത്തൊരു കാര്യമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്പത്തുണ്ടാക്കാൻ മറ്റുള്ളവർ ഒരു പക്ഷേ കുറച്ച് പ്രയാസപ്പെടുത്തിയിട്ട് പോലും
കൊണ്ടേയിരിക്കുന്നത് ആരാ? 10 പൈസക്ക് ഗതിയില്ലാത്തവരല്ല. ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യമുള്ള മനുഷ്യന്മാരാണ്. ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായാലും ഇനിയും സമ്പത്ത് വർദ്ധിപ്പിക്കണമെന്ന് ചിന്തിച്ച് അതിനു വേണ്ടി പണിയെടുക്കുന്നത്. അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. ഒരിക്കലും അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയായി എനിക്ക് ഇത്ര മതി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. പക്ഷെ സ്വർഗത്തിൽ ആ മനുഷ്യനോട് ആഗ്രഹിക്കാൻ പറഞ്ഞ് ആഗ്രഹം പൂർത്തിയാകുമെന്നാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറയുന്നത്. ലകല്ലദീ തമന്നൈത, നീ ആഗ്രഹിച്ചതൊക്കെ നിനക്കുണ്ട് സ്വർഗത്തിൽ. അത് മാത്രമല്ല, ഈ ദുനിയാവിന്റെ 10 ഇരട്ടിയും ആ മനുഷ്യന് സ്വർഗത്തിൽ ലഭിക്കുമെന്നാണ്. അത് കേട്ടപ്പോഴാണ് ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവേ, നീ എന്നെ പരിഹസിക്കുകയാണോ? കാരണം അവസാനമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന എനിക്ക് ആഗ്രഹിച്ചത് മുഴുവനും ദുനിയാവിന്റെ 10 ഇരട്ടിയും കിട്ടുമെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ ചിന്തിക്കുന്നത്, റബ്ബെന്നെ പരിഹസിക്കുകയാണോ? ആ മനുഷ്യന്റെ ആ ചിന്തയും ആ പ്രതികരണവും ആലോചിച്ചിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു പോയത് എന്ന് ഞാനിത് ആമുഖം പറഞ്ഞത്. നമ്മളൊക്കെ ദീനിയായി ജീവിക്കുന്നത് ഈ സ്വർഗം ലഭിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. കാരണം അത്രമേൽ അനുഗ്രഹീതമാണ് സ്വർഗം. സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന ദറജ, സ്വർഗത്തിലെ ഏറ്റവും പരിമിതമായി അനുഗ്രഹം ലഭിക്കുന്ന വ്യക്തി മനുഷ്യനാണ്. ഇതിന്റെ മുകളിലേക്കാണ് സ്വർഗപ്രവേശനം സാധ്യമായ എല്ലാവർക്കും ലഭിക്കുന്ന നേട്ടങ്ങളും അനുഗ്രഹങ്ങളും. അല്ലാഹു അതെല്ലാം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയും ആ സ്വർഗം കൊതിച്ചുകൊണ്ടാണ് അവന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ സഹോദരങ്ങളെ, സ്വർഗം ലഭിക്കണമെങ്കിൽ, പരലോക വിജയം സാധ്യമാകണമെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യമായ ഏക മതം നാം ഉൾക്കൊള്ളുന്ന ദീനുൽ ഇസ്ലാമാണ് എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. വിശുദ്ധ ഖുർആനിന്റെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 19-ാമത്തെ ആയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിന്റെ അടുത്ത് സ്വീകാര്യയോഗ്യമായ മതം എന്ന് പറയുന്നത് അത് ഇസ്ലാമാണ്. അതേ റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ അതേ അധ്യായത്തിന്റെ 85-ാമത്തെ ആയത്തിൽ വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തി. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു. ഇസ്ലാം അല്ലാത്ത ഒന്നിനെ ഒരാൾ ഒരു ആദർശമായി തന്റെ ജീവിത മാർഗരേഖയായി സ്വീകരിച്ചാൽ അതൊരിക്കലും അവനിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല, അത് സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. നാളെ പരലോകത്ത് അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും. ഇസ്ലാമിന്റെ വഴിയെ ജീവിക്കുന്നവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹീതമായ സ്വർഗം ഒരുക്കി വെച്ചതും ആ ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് അല്ലാഹു നാളെ പരലോകത്ത് അത്യുത്തമമായ അനുഗ്രഹങ്ങളും പ്രതിഫലം നൽകുന്നത്. അവരിൽ നിന്നാണ് റബ്ബ് സ്വീകരിക്കുന്നത്. അതല്ലാത്തവർ നഷ്ടക്കാരായി തീരുമെന്നതാണ് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ സഹോദരങ്ങളെ, ആ നഷ്ടം നമുക്ക് സംഭവിക്കാതിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിനെ സ്വീകരിച്ചത്. പക്ഷെ ഇസ്ലാമിന്റെ അകത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഇതിൽ നിന്ന് ഇനി ഞാൻ ഇതിനെ സ്വീകരിക്കണം എന്ന് ചിന്തിക്കുന്ന അവസ്ഥ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പൊ ചില ആളുകളെങ്കിലും തീരുമാനമെടുക്കുക, ഞാൻ നിസ്കാരം കുറച്ച് കാര്യങ്ങളൊക്കെ ഈ അടുത്ത് വളരെ അടുത്ത് ഒരു എല്ലാ കാര്യത്തിലും അതിന്റെ നിഷ്പക്ഷമായ നിലപാട് പറയുന്ന ഒരാൾ, അയാളിങ്ങനെ ഒരു സംസാരിക്കുമ്പോൾ ഓരോ വിഷയമാണ് ചർച്ച ചെയ്യുന്നതെങ്കിലും അദ്ദേഹം അതിന്റെ ആമുഖത്തിൽ പറഞ്ഞത്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് ചെയ്യാനുള്ളൂ, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 5 നേരം നിസ്കരിക്കണം, പിന്നെ സക്കാത്തും സ്വതക്കയും കൊടുക്കണം, അതുപോലെ തന്നെ നോമ്പെടുക്കണം, അപ്രകാരം തന്നെ കഴിയുകയാണെങ്കിൽ മക്കത്ത് പോയി ഹജ്ജ് ചെയ്യണം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയുള്ള നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറയുന്നത് കേട്ടു. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ നമ്മളൊരു തീരുമാനം എടുക്കാൻ, ഞാൻ എന്റെ നിസ്കാരം, എന്റെ നോമ്പും, എന്റെ സക്കാത്തും സ്വതക്കയും ഒക്കെ ആയിട്ട് പറ്റുകയാണെങ്കിൽ ഹജ്ജൊക്കെ ചെയ്താണ്, ഞാൻ അങ്ങനെ ജീവിച്ചോളാം, ഞാൻ ആരുടെ കൂടെയും ചേരാനില്ല എന്ന തീരുമാനമെടുക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സാധ്യമല്ല. കാരണം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ പഠിപ്പിച്ച റബ്ബ് ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് തൗബയുടെ 119-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്വാദിഖീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. അവിടെ അള്ളാഹു ആയത്ത് അവസാനിപ്പിച്ചില്ല.
നിങ്ങൾ അള്ളാഹനെ സൂക്ഷിച്ച് തഖ്വയുള്ള ആളുകളായി നിങ്ങൾ തഖ്വ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്ത് അള്ളാഹ് വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ദുനിയാവിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് പരലോക ജീവിതം വരാനുണ്ടല്ലോ എന്ന ശ്രദ്ധയോടുകൂടി ജീവിക്കുക. അതാണ് തഖ്വക്ക് മഹാന്മാര് നൽകിയ വിശദീകരണങ്ങളിൽ ഒരു വിശദീകരണം. അപ്പൊ ഞാനിങ്ങനെ എന്റെ ദീനും എന്റെ ആരാധനകളും ഒക്കെയായി ഞാൻ തെറ്റിലേക്കൊന്നും പോകാതെ അങ്ങനെ ജീവിച്ചു പോകാം എന്നത് മാത്രമാണോ? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖൂനു മഅസ്വാദിഖീൻ, സത്യം പറയുന്നവരോടൊപ്പമായിരിക്കണം നിങ്ങൾ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളെയാണ് ചെന്നായി പിടിക്കുക. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു സംഘമായിട്ടാണ് ഉണ്ടാകേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പഠിപ്പിക്കുകയും നമുക്കറിയാം. വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ട് അല്ലാഹു ഒരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യം ഒരു കൽപ്പനയാണെങ്കിൽ, ഇന്നലത്തെ നമ്മുടെ സംസാരത്തിൽ സൂചിപ്പിച്ചതാണത്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം ചെയ്യാനുള്ള ഒരു കാര്യമാണെങ്കിൽ അത് ചെയ്യുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബാധ്യതയാണ്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഒരു കാര്യം ചെയ്യരുത് എന്നാണ് പറയുന്നതെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതും അവന്റെ ബാധ്യതയാണ്. ആ ഒരു പ്രയോഗമാണ് അല്ലാഹു ഇവിടെയും നടത്തിയത്. വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും സത്യവാന്മാരോടൊപ്പമാവുകയും ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തി. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട് നിൽക്കുന്നവനെയാണ് ചെന്നായി പിടിക്കുക, അവനാണ് അപകടം ഉണ്ടാകുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ നാം സത്യം പറയുന്ന, സത്യത്തോടൊപ്പം നിൽക്കുന്ന സംഘത്തിൽ നമ്മൾ ഉണ്ടാകുക. അതെങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് തിരഞ്ഞെടുക്കാനാകാം? ലോകത്തെ ഏതെങ്കിലും ഒരു സംഘം, ഞങ്ങൾ സത്യത്തിന്റെ ആൾക്കാരൊന്നുമല്ല, വേണമെങ്കിൽ കൂട്ടിയാൽ മതി എന്ന് പറയുന്ന ഒരു സംഘമല്ല. ഏതെങ്കിലും ഒരു സംഘം നമ്മളോട് പറയാം സത്യത്തിന്റെ ആൾക്കാരൊന്നുമല്ല, ഞങ്ങൾ സംഘമായിട്ട് ഇങ്ങനെ പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തീരുമാനിക്കാം ഞങ്ങളൊപ്പം നമ്മളില്ല എന്ന് തീരുമാനിക്കാം. എല്ലാവരും പറയുന്നത് ഞങ്ങളാണ് സത്യത്തിന്റെ ആളുകൾ, നമ്മൾ തന്നെ പറയും. ഇതിന്റെ ഇടയ്ക്ക് വന്നാൽ കുറേ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഓരോ വിഷയത്തിലും ഓരോരുത്തരും ഓരോ നിലപാടാണ്. എന്താ നമ്മൾ ചെയ്യുക? സഹോദരങ്ങളെ, ഓരോ വിഷയത്തിലും ഓരോ നിലപാടുകളുണ്ട്. ഇസ്ലാമിക സംഘത്തിന്റെ അകത്തു തന്നെ വ്യത്യസ്ത കക്ഷികൾ ഉണ്ട് എന്നത് ഇസ്ലാം സത്യമാണ് എന്നതിന്റെ തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു നിയോഗിച്ച പ്രവാചകനാണ് എന്നതിന്റെ തെളിവാണ് നാം കാണുന്ന ഈ ഭിന്നത. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു കാര്യം സംസാരിക്കുകയില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ കക്ഷികളായി ആളുകൾ നിലകൊള്ളുന്നു എന്നത് നമ്മൾ കാണുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ എന്താ? മറ്റുള്ള കക്ഷികളൊക്കെ എത്ര വിഭാഗമായോ അതിനേക്കാൾ വിഭാഗം ഇസ്ലാമിക സംഘത്തിൽ ഉണ്ടാവും. ഇഫ്തറഖത്തിൽ യഹൂദ് അലാ 71 ഫിർഖ വഫ്തറഖത്തിൻ നസ്വാറ അലാ 72 ഫിർഖ വസതഫ്തരിഖു ഹാദിഹി ഉമ്മ അലാ 73 ഫിർഖ കുല്ലുഹാ ഫിന്നാർ ഇല്ലാ വാഹിദ. വ്യത്യസ്തങ്ങളായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? യഹൂദികൾ 71 നസാറാക്കൾ 72 വിഭാഗമായി ഈ ഉമ്മത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്നാണോ? അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ല, വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മ അലാ 73 ഫിർഖ കുല്ലുഹാ ഫിന്നാർ ഇല്ലാ വാഹിദ. 73 വിഭാഗമാകും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് തേടിയ പല തേട്ടങ്ങൾക്കും അല്ലാഹു ആ സമയത്തു തന്നെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു തേടിയ ഒരു കാര്യത്തിൽ അതൊരിക്കലും സംഭവിക്കുകയില്ല എന്നുള്ള പറഞ്ഞ കാര്യം എന്താ? ഈ ഉമ്മത്തിന് ഒരിക്കലും ഭിന്നിക്കാതിരിക്കണേ റബ്ബേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അത് സാധ്യമാവുകയില്ല, അത് ഉണ്ടാവുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇപ്പൊ മറ്റു വിഭാഗങ്ങളൊക്കെ ജൂത നസാറാക്കൾ എത്ര വിഭാഗമായോ അതിനേക്കാൾ ഒരു വിഭാഗം കൂടി എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാവുകയാണ് ചെയ്യുക. എല്ലാവരും നരകത്തിലാണ് ഇല്ലാ വാഹിദ, ഒരു വിഭാഗം ഒഴികെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് വ്യത്യസ്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വമൻ യഅ്ശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കതീറ. എനിക്ക് ശേഷം നിങ്ങൾ ആരൊക്കെ ജീവിക്കുന്നോ നിങ്ങൾക്ക് ധാരാളം ഭിന്നിപ്പുകൾ കാണേണ്ടി വരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും നരകത്തിൽ, ഒരു വിഭാഗമാണ് സ്വർഗത്തിലേക്ക്. ഒരൊറ്റ വിഭാഗമേ സ്വർഗത്തിലേക്ക് പോകുന്നതുള്ളൂ, ബാക്കി എല്ലാവരും നരകത്തിലാണ് എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ നമുക്ക് ഓരോ വിഭാഗത്തെടുത്ത് ഇവര് നരകത്തിന്റെ ആൾക്കാരാണ്, ഇവർ സ്വർഗത്തിന്റെ ആൾക്കാരാണ് എന്ന് നമുക്ക് പറയാനാവില്ല. ഏതെങ്കിലും പാർട്ടിയുടെ പേര് പറഞ്ഞ് ഈ പാർട്ടി സ്വർഗത്തിന്റെ പാർട്ടിയാണ്, ഇത് നരകത്തിന്റെ പാർട്ടിയാണ് എന്നും നമുക്ക് പറയാനാവില്ല. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് ചോദിച്ചു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, യാ റസൂലല്ലാഹ് മനിൽ ഫിർഖത്തുൻ നാജിയ, ആ വിജയിക്കുന്ന ഒരു വിഭാഗം ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. ആ ഉത്തരം എന്താ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന അലാ മിസ്ലി മാ അന അലൈഹി യൗമ വസ്ഹാബി. വിവിധങ്ങളായ റിപ്പോർട്ടുകൾ ഉണ്ട് അതിന്റെ. ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു ആദർശത്തിൽ നിലകൊള്ളുന്നുവോ ആ ആദർശത്തിൽ നിലകൊള്ളാൻ കഴിയുന്നത് ആരാണോ അവരാണ് ഫിർഖത്തുൻ നാജിയ, അവരാണ് വിജയിച്ച കക്ഷി എന്ന് പറയുന്നത്, അവരാണ് വിജയിച്ച വിഭാഗം എന്ന് പറയുന്നത്. ഞാനും എന്റെ സ്വഭാവത്തും ഏതൊരു ആശയത്തിൽ നിലകൊള്ളുന്നുവോ അതിൽ നിലകൊള്ളുന്നവർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പഠിപ്പിച്ചു കൊടുത്ത് അത് ആദ്യം മനസ്സിലാക്കാനായ സ്വഹാബത്ത് ഏത് നിലപാട് സ്വീകരിച്ചുകൊണ്ടാണോ ജീവിച്ചത് ആ സ്വഹാബത്താകുന്ന സംഘത്തിന്റെ ജീവിത രീതി മനസ്സിലാക്കി അവര് അള്ളാഹുവിന്റെ ദീനിനെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് ഓതി കൊടുക്കുമ്പോൾ അതിനെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കേൾക്കുമ്പോൾ അവരെന്തൊരു നിലപാട് സ്വീകരിച്ചോ ആ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്കാണ് വിജയിക്കാനാവുക. അതാണ് പൊതുവെ നമ്മള് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയാറുള്ളത്. അതല്ലെങ്കിൽ ആ മാർഗത്തെയാണ് മൻഹജു സലഫ് അല്ലെങ്കിൽ സലഫി മൻഹജ് എന്ന് പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുത്താറുള്ളത്. പലപ്പോഴും ആളുകൾ ചോദിക്കാറുള്ളത്, അത് ഇന്ന് നാട്ടില് വ്യത്യസ്തങ്ങളായ മദ്ഹബുകളുണ്ട്, അത് വേറൊരു മദ്ഹബായി നിങ്ങൾ കൊണ്ടുവന്നതാണ് എന്നൊക്കെ പൊതുവെ മലയാളക്കരയിലെ ചർച്ചകളിൽ നമ്മൾ കേൾക്കാറുണ്ട്. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സ്വഭാവത്ത് എങ്ങനെ അവരാണ് ആദ്യം കേട്ട ആളുകൾ. വിശുദ്ധ ഖുർആനിലെ 6000 ചില്ലാനം വരുന്ന ആയത്തുകളിൽ ഓരോ ആയത്തും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തപ്പോൾ ആദ്യം കേട്ടവർ അവരാണ്. മാത്രമല്ല, അവർക്ക് ഒരു ആയത്ത് കേൾക്കുമ്പോൾ ഒരു തെറ്റായ ആശയം എങ്ങാനും മനസ്സിലായി എങ്കിൽ അങ്ങനെ ഒരിക്കലും അവർക്ക് മനസ്സിലാവില്ല. കാരണം സ്വഹാബത്തിന്റെ ഒരുപാട് സവിശേഷതകളുണ്ട്, ചിലത് നമുക്ക് സൂചിപ്പിക്കാം. ഇനി അവർക്ക് എങ്ങാനും ഒരു കാര്യത്തെ തെറ്റായ രൂപത്തിലാണ് മനസ്സിലാകുന്നതെങ്കിൽ അത് തിരുത്തി കൊടുക്കാൻ അവരുടെ കൂടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. അതുകൊണ്ടാണ് അവർ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കണം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ ആ സ്വഹാബത്തിന്റെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സൂറത്തു തൗബയുടെ 100-ാമത്തെ ആയത്ത് നമുക്ക് എല്ലാവർക്കും കേട്ടു മനപ്പാടമുള്ള ആയത്താണ്. അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ. മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ഒക്കെ ഈ ദീനിനു വേണ്ടി മുൻകടന്നു വന്ന ആദ്യ തലമുറക്കാർ, അവരെ നന്മയുടെ കാര്യത്തിൽ അവർ പിൻപറ്റുന്നവർ, അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞ എന്താ? റളിയല്ലാഹു അൻഹും വറളൂ അൻ. അല്ലാഹുക്ക് അവരെ തൃപ്തിയുണ്ട്, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിനെ അവരെ ഇഷ്ടമാണ്, അവർക്ക് റബ്ബിനെയും ഇഷ്ടമാണ്. അപ്പൊ നമ്മളെ പോലെയുള്ള ഒരു സംഘമല്ല സ്വഹാബത്ത് എന്ന് പറയുന്നത്. ഇനി ഈ സ്വഹാബിമാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് മക്കത്തും മദീനത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന കാലത്ത് അവരുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് സ്വഹാബത്താകാനുള്ള അവസരം കിട്ടിയതല്ല. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന കാലത്ത് അബൂബക്കർ അവിടെ ജീവിച്ചിരിക്കുന്ന കാലമായിരുന്നു, ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ജീവിച്ചിരിക്കുന്ന കാലമായിരുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെ ജീവിച്ചിരിക്കുന്ന കാലമായിരുന്നു. മദീനത്തിൽ എത്തിയപ്പോ അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് നബിന്റെ കൂടെ കൂടി. അപ്പൊ നമ്മളെ ജീവിക്കുന്ന കാലത്താണ് നമുക്ക് കൂടായിരുന്നു. അങ്ങനെയല്ല. സ്വഹാബത്തിന്റെ പ്രത്യേകത സ്വഹാബിമാർ തന്നെ വിശദീകരിച്ചത് നമുക്ക് കാണാം. ഒരു പ്രത്യേകത പറഞ്ഞാൽ അവരുടെ പ്രത്യേകത ഖൗമുൻ യഖ്താറുല്ലാഹു ലിസുഹ്ബതി നബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്താകുന്ന സംഘം അല്ലാഹു തന്റെ റസൂലിന്റെ സ്വഹാബിമാരാകാൻ പ്രത്യേകം തെരഞ്ഞെടുത്ത സംഘമാണ്. അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത് സ്വഹാബിമാരാക്കിയതാണ് അവരെ. അതുകൊണ്ടാണ് അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ ലോകത്ത് സ്വഹാബിമാരായി ജീവിച്ച ആളുകളൊക്കെ ആ കാലത്ത് ജനിച്ച് ആ കാലത്ത് പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ അല്ലാഹു അവരെ പ്രത്യേകം തെരഞ്ഞെടുത്തവരാണ്. അപ്പൊ അവര് ദീന് കേൾക്കുമ്പോ ആയത്തും ഹദീസും കേൾക്കുമ്പോ അവർ സ്വീകരിച്ച നിലപാടുകൾ അത് വിശ്വാസികൾക്ക് മാതൃകയാണ്. കാരണം പടച്ച റബ്ബ് ആദ്യം ഇത് കേൾക്കാൻ തെരഞ്ഞെടുത്ത പ്രത്യേകമായ സംഘമാണ് അവർ എന്ന് അവരെ കുറിച്ച് നമുക്ക് കാണാനാകും. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 137-ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു,
നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിക്കുകയാണെങ്കിൽ, ജൂതനസാറാക്കളായ ആളുകളടക്കം ഞങ്ങളാണ് സത്യത്തിന്റെ ആളുകൾ, ഞങ്ങളാണ് ഇബ്രാഹിം നബിയുടെ പിന്തുടർച്ചക്കാർ എന്നൊക്കെ പറഞ്ഞ് വാദിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിക്കുകയാണെങ്കിൽ അവർ സന്മാർഗത്തിലാകും. ആര് വിശ്വസിച്ചതുപോലെ? സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ ആരൊക്കെ ഈ ദീനിനെ വിശ്വസിക്കുന്നോ അവരാണ് വിജയിക്കുന്ന ആളുകളാവുക. സഹോദരങ്ങളെ, ഈ ഒറ്റ കാര്യം നമ്മൾ പഠിച്ചാൽ നാട്ടിൽ കാണുന്ന, ഞാൻ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുടെ പേരെടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഓരോരുത്തരെയും ആഹ്ലക്ക് വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഓരോ കാര്യമെടുത്ത് ഈ മാനദണ്ഡം വെച്ച് അളന്നാൽ ഞാൻ എവിടെ നിൽക്കണം എന്നതിന്റെ ഉത്തരം നമുക്ക് കിട്ടും. ആ നിലപാടിലാണ് സലഫി പ്രസ്ഥാനം നിലകൊള്ളുന്നത് എന്നതാണ് മറ്റു കൂട്ടായ്മകളിൽ നിന്ന് ഈ സംഘം വ്യതിരക്തമാകുന്നത്. നോക്കൂ, നിങ്ങൾ ഏത് കാര്യമെടുത്താലും നമുക്കറിയാം, കൊട്ടപ്പുറം വാദപ്രതിവാദം നടക്കാൻ അതുവരെ ചരിത്രത്തിൽ അന്നുവരെ നമ്മുടെ നാട്ടിൽ അള്ളയല്ലാത്ത പലരോടും വിളിച്ച് പ്രാർത്ഥിക്കുകയും സഹായം ചോദിക്കുകയും, അന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയാൻ പോലും മടി കാണിച്ചിരുന്ന ഒരു കാലമാണ്. ഇന്നിപ്പോ പടച്ചോൻ തന്നെയാണെന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആദ്യമായി മലയാളക്കരയിൽ അള്ളയല്ലാത്തവരോട് തേടാൻ തെളിവുണ്ട് എന്ന് കേട്ട ആയത്ത് കൊട്ടപ്പുറത്ത് നിന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ സുഖ്റൂഫിന്റെ 45-ാമത്തെ ആയത്ത്. അവിടെ നമ്മുടെ ബഹുമാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ, അല്ലാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ, അവര് ചോദിച്ചു, അള്ളയല്ലാത്തവരോട് തേടാൻ, ഇസ്തിഗാസ നടത്താൻ എന്ത് തെളിവാണ് ഖുർആനിൽ ആയത്തിലുള്ളത്? അന്ന് ആദ്യമായിട്ട് സമൂഹം കേട്ടു, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നബിയെ, നിങ്ങളുടെ മുമ്പുള്ള നബിമാരോട് നിങ്ങൾ ചോദിക്കുക. അള്ളാഹു തന്നെ റസൂലിനോട് പറയാണ്, റസൂലെ നിങ്ങൾ ചോദിച്ചോളെ, ഇനി എന്തിനാ തെളിവ്? എന്താ നമ്മൾ അതിന് ഉത്തരം പറയാ? ഖുർആനിലുള്ള ആയത്താണ്, എടുത്തു നോക്കിയത് കാണൂലെ? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ സുഖ്റൂഫിന്റെ 45-ാമത്തെ ആയത്ത് തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ്. റസൂലെ, നിങ്ങൾ നിങ്ങളുടെ മുൻപുള്ള റസൂലുമാരോട് ചോദിച്ചു നോക്കുക. അന്ന് ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ, അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ എഴുന്നേറ്റ് നിന്ന് തിരിച്ചു ചോദിച്ചത്, ഈ ആയത്തിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തപ്പോ ഏത് സ്വഹാബിയാണ് ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് പിന്നെ അല്ലാഹ് അല്ലാത്ത ആൾക്കാരോട് തേടാൻ പോയത്? അന്ന് കിട്ടിയ ഉത്തരം എന്താ? ആയത്ത് തന്നെ മനസ്സിലാവുമ്പോ പിന്നെന്തിനാ തഫ്സീർ, പിന്നെന്തിനാ നമ്മൾ ചരിത്രം നോക്കേണ്ട ആവശ്യം എന്താ? ഇനി സഹോദരൻ, ആ ആയത്തിന്റെ തന്നെ ബാക്കിയുള്ള പറഞ്ഞ എന്താ? അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹതൻ യുഅ്ബദൂൻ. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടാൻ പറ്റുന്ന ഏതെങ്കിലും ഇലാഹുകളെ ഞാൻ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ചരിത്രങ്ങളിൽ നിന്ന്, അവരെ പഠിച്ച സമുദായങ്ങളിൽ നിന്ന് ഈ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കുക എന്നതിന്റെ വിശദീകരണങ്ങളിൽ കാണാനാകും. നബിയെ, പടച്ചോനല്ലാത്ത ഒരാളോടെങ്കിലും തേടാൻ ഞാൻ മുമ്പത്തെ നബിമാരോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കി. ആയത്തിന്റെ പകുതി കുറിച്ചിട്ട് പറഞ്ഞു, ഇതാ പടച്ചോനല്ലാത്തവരോട് തേടാ എന്നാണ് ഈ ആയത്ത് പറഞ്ഞത്. എന്താ നമ്മൾ ചെയ്യാ? ഒരായത്ത് ഓതിയിട്ട് ഖുർആനിലെ സൂറത്തുൽ സുഖ്റൂഫിലെ ഒരേ ആയത്ത് ശിർക്കിന് തെളിവായി പറയുന്നു, തൗഹീദിന് തെളിവായി പറയുന്നു. നമ്മൾ എന്താ ചെയ്യാം? ഞാൻ എടുക്കില്ല, ഞാൻ ഒന്നിന്റെ കൂടി നിൽക്കല്ല, ഞാൻ 5 നേരത്തെ നിസ്കാരമായിട്ട് പോകാൻ. എന്താ വെച്ചാൽ ഒരേ ആയത്ത് ഓതിയിട്ടാണ് കുറെ ആൾക്കാരെ കബറിന്ന് പോയിക്കോളെന്നും പറയണത്, അതേ ആയത്ത് ഓതിയിട്ടാണ് പറ്റൂല എന്ന് പറയണത്. ഞാനിപ്പോ എന്താ ചെയ്യാ? എന്നെ പോലത്തെ സാധാരണക്കാരനൊന്നും മനസ്സിലാവില്ല, ഞാൻ അതുകൊണ്ട് 5 നേരം നിസ്കരിക്കണം അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യം ഈ ആയത്ത് ഓതി കൊടുത്തത്. അനുഗ്രഹീതരായ, അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ട് എന്ന് അള്ളാഹ് തന്നെ എടുത്തു പറഞ്ഞ, പ്രത്യേകമായി റസൂലിന്റെ സ്വഹാബത്താകാൻ വേണ്ടി അള്ളാഹ് തെരഞ്ഞെടുത്ത, നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാലേ അവർക്ക് ഹിദായത്ത് കിട്ടൂ എന്ന് അള്ളാഹ് ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ആ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും, അവര് ഈ ആയത്ത് കേട്ടതിന് ശേഷം സ്വീകരിച്ച നിലപാട് എന്താണ്? ഈ ആയത്ത് കേട്ടതിന് ശേഷം എന്നാ നമുക്ക് മുമ്പ് വിളിച്ച ലാത്തനെ ഉസ്സനെ മനാത്തിനൊക്കെ വിളിക്കാം, പോട്ടെ, നമുക്ക് ഇബ്രാഹിം നബിയെ വിളിക്കാം. ഇബ്രാഹിം നബി, ഇസ്മായിൽ നബിയൊക്കെ ഈ വിശുദ്ധ കഅബാലയം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത ആളുകളല്ലേ, നമുക്ക് അവരെ വിളിക്കാം. എന്തെങ്കിലും ഒരു തീരുമാനം സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ എടുത്തോ? അല്ലെങ്കിൽ ഈ ആയത്ത് ഓതിക്കേട്ട ഏതെങ്കിലും ഒരു സ്വഹാബി, നബി റസൂലെ, നമ്മൾ എന്തിനാ അബൂജഹലിനൊക്കെ എതിർക്കാൻ പോണത് എന്ന് ചോദിച്ചോ? ആലോചിച്ച് നോക്കി. ഇന്ന്
പടച്ചോനാണ് എന്ന് പറയാൻ പോലും പേടിയില്ലാത്തൊരു കാലത്ത് നമ്മൾ ജീവിക്കുകയാണ്. പക്ഷെ മക്കയിൽ മുശ്രിക്ക് എന്ന് നമ്മൾ പറയുന്ന, ലഅനത്ത് ചൊല്ലുന്ന, ഇതിന്റെ അർത്ഥം നമ്മൾ ആരെങ്കിലും മുശ്രിക്കോ കാഫിറോ, നമ്മൾ ആരെങ്കിലും ആരാധനാലയത്തെ വേറെ എന്തെങ്കിലും മതത്തിന്റെ ആരാധനാലയോ ആക്കി പ്രഖ്യാപിക്കാൻ പോകണമെന്ന് അതിനുള്ള അവകാശം നമുക്ക് തന്നിട്ടില്ല. പക്ഷേ നമ്മൾ മുശ്രിക്ക് എന്ന് സംശയമില്ലാതെ നമ്മൾ വിളിക്കുന്ന അബൂജഹൽ അടക്കമുള്ള ആളുകൾ, നിങ്ങളെ സൃഷ്ടിച്ചത് ആരാണ്, ആകാശവും ഭൂമിയും പടച്ചത് ആരാണ്, നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് ഒരിടത്ത് പോലും ലാത്തയുടെ, ഉസ്സയുടെ, മനാത്തയുടെ പേര് പറഞ്ഞിട്ടില്ല. അള്ളയാണ് എന്നാണ് ആ ചോദ്യങ്ങളോടൊക്കെ നിങ്ങളെ തന്നെ പടച്ചതാരാണ് അവർ പറയില്ല. അള്ളയാണ് എന്ന് അവർ ഉറപ്പിച്ചു പറയും. ആ പ്രയോഗത്തിൽ തന്നെ ഒരു ഉറപ്പിന്റെ പ്രയോഗമാണ്. അങ്ങനെ പറഞ്ഞ ആ ആളുകളോട് ഈ ആയത്തിന് ശേഷം റസൂലെ പടച്ചതും നമ്മളെ സൃഷ്ടിച്ചതും നമ്മളെ പരിപാലിക്കുന്നതും ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചതും ഒക്കെ അള്ളയാണെന്ന് അവരും അംഗീകരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഇബ്രാഹിം നബിയോട് ചിലതൊക്കെ ചോദിക്കുന്നുണ്ട്. അതിപ്പോ അള്ളന്നെ ഖുർആനിൽ പറഞ്ഞില്ലേ, മുമ്പുള്ള നബിമാരോട് ചോദിച്ചോളി, അപ്പൊ നമുക്ക് ഈ അബൂജഹലിനെ എതിർക്കണമെന്ന് ഈ ആയത്ത് ഇറങ്ങിയതിനു ശേഷം ഏതെങ്കിലും സ്വഹാബി ചോദിച്ചോ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന്റെ പ്രബോധനം അവിടെ അവസാനിപ്പിച്ചോ? ഇല്ല. അപ്പൊ അതല്ല ഈ ആയത്തിന്റെ ആശയമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെയൊക്കെ നാടുകളിലുള്ള ചില ത്വരീഖത്തിന്റെ ആളുകൾ അവര് പറയാറുള്ളത്, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 99-ാമത്തെ ആയത്ത് അവസാനത്തെ ആയത്ത്, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് യഖീനാകുന്നത് വരെ നീ ഇബാദത്ത് എടുക്കുക. യഖീൻ എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ സാധാരണ വർത്താനത്തിൽ ഉപയോഗിക്കുന്ന കാര്യം. എനിക്ക് വലിയൊരു യഖീനായിട്ടില്ല, ആ കാര്യം ഞാൻ കേട്ടെങ്കിലും എനിക്ക് വലിയൊരു യഖീനായി. എന്താ യഖീൻ എന്ന് പറയുമ്പോൾ നമ്മള് അത് ശരിക്കും ഒരു ബോധ്യമായില്ല എന്നാണ് അവിടെ നമ്മൾ അർത്ഥം പറയാറുള്ളത്. അപ്പൊ ചില ആളുകൾ പറഞ്ഞത് ദൃഢബോധ്യമാകുന്നത് വരെ ഇബാദത്ത് എടുക്കുക പടച്ചോൻ പറഞ്ഞത്. അതുകൊണ്ട് മൂപ്പര് നിസ്കരിക്കല്ലോ, മൂപ്പര് വലിയാണ്, നല്ല പച്ച തലയെക്കെട്ടും പച്ച ഷാളും ഒക്കെ ഉണ്ട്. പക്ഷെ മൂപ്പര് നിസ്കരിക്കുന്നുണ്ടോ? മൂപ്പര് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് യഖീൻ എത്തുന്നത് വരെ ഇബാദത്ത് എടുക്കുന്നത്. മൂപ്പർക്ക് ഇപ്പൊ നല്ല യഖീനാണ്, പടച്ചുകൊണ്ടെന്നും പരലോകമുണ്ടെന്നും ഒക്കെ നല്ല ബോധ്യമുണ്ട്, അവിടെ നിസ്കരിക്കുന്നില്ല. ആയത്ത് ഓതിയിട്ട് അങ്ങനെ അർത്ഥം പറഞ്ഞുകൂടെ? അങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ നാടുകളിൽ ആളുകൾ. പക്ഷേ ഈ ആയത്തിറങ്ങിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധം വരുന്ന സമയത്തൊക്കെയും ചോദിച്ച ആദ്യ ചോദ്യം എന്താ? അസ്വല്ലന്നാസ്, ആളുകൾ നിസ്കാരം കഴിഞ്ഞോ എന്നാണ് ചോദിച്ചത്. ജീവിതത്തിന്റെ അവസാന ദിവസങ്ങളിൽ, അവസാന സമയങ്ങളിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ടവരോട് ആവർത്തിച്ച് ചോദിച്ചത് നിസ്കാരം കഴിഞ്ഞോ, ആളുകൾ നിസ്കരിച്ചോ എന്നാണ് ചോദിച്ചത്. അബല്ല നബിയെ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുകയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേൽക്കാൻ ശ്രമിക്കും. അടുത്ത് കൊണ്ടുവന്ന് വെച്ച വെള്ളപാത്രത്തിലേക്ക് കൈ പ്രവേശിപ്പിച്ച് മുഖമൊക്കെ തടവി എഴുന്നേറ്റ് നോക്കും. ബോധരഹിതനായി അവിടെ തന്നെ വീണു പോകും, കിടന്നു പോകും. അങ്ങനെ ആവർത്തിച്ച് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചോദിക്കുകയും ഈ ലോകത്തിന് അവസാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശങ്ങളിൽ ഒന്ന് നിസ്കാരത്തിന്റെ കാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിലെ 99-ാമത്തെ ആയത്ത് ഇറങ്ങിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ പോകാതിരിക്കണം, ഇതാണ് അതിന്റെ അർത്ഥമെങ്കിൽ. കാരണം എന്താ? നിങ്ങൾ നിസ്കരിച്ചോളൂ, എനിക്കിപ്പോ നല്ല യഖീനാണ്. കാരണം നമ്മളെ പോലെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ നരകങ്ങളെ കാണാൻ അവസരം കിട്ടിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് നല്ല ബോധ്യമാണ്, അതുകൊണ്ട് നിസ്കരിക്കലില്ല. പക്ഷെ ഈ ആയത്ത് ഇറങ്ങിയിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. ആ നിസ്കാരത്തെ സ്വഹാബത്ത് കണ്ടു, സ്വഹാബത്ത് നിസ്കരിച്ചു. അപ്പൊ ഈ ആയത്തിനെ എങ്ങനെ മനസ്സിലാക്കണം? അത് നമ്മൾ അതിന്റെ ജസ്റ്റ് തഫ്സീർ ഒന്ന് നോക്കി, അല്ലെങ്കിൽ അതിന്റെ ഡിക്ഷണറി വെച്ച് അതിന്റെ അർത്ഥം ഒന്ന് നോക്കി നമുക്ക് തോന്നിയതുപോലെ അല്ല. അവിടെ മരണം എന്നതാണ് ഈ ജീവിതത്തിന്റെ അന്ത്യം കുറിക്കുന്ന മരണം വരുന്നത് വരെയും നീ അല്ലാഹുവിനെ ഇബാദത്ത് കൊണ്ട് എടുത്തുകൊണ്ടേയിരിക്കണം എന്നാണ് ആ ആയത്തിന്റെ ആശയമെന്ന ബോധ്യം അവിടെയാണ് നമുക്ക് ഉണ്ടാകുന്നത്. നമുക്കറിയാം, ജഗന്ന പോലെയുള്ള ആളുകൾ ഒരു മാസം ഒന്നും നോമ്പെടുക്കേണ്ടതില്ല എന്നതിന് തെളിവ് പറഞ്ഞ എന്താ? വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് പറഞ്ഞത് നിങ്ങൾ എന്ന് നോമ്പെടുക്കണം? അയ്യാമുൽ മഅദൂദാത്ത്. അതിന്റെ അർത്ഥം എന്താ? എണ്ണപ്പെട്ട ദിവസങ്ങൾ. സാധാരണ എണ്ണപ്പെട്ട ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ഒരു 10 വരലുമേ എണ്ണാവുന്നതിന്റെ ഉള്ളിലുള്ളതാണ്. അപ്പൊ ചുരുങ്ങിയത് ഒരു 10 ദിവസമൊക്കെ നോമ്പെടുത്താൽ മതി. കാരണം ഖുർആനിലെ ആയത്താണ് അല്ലാഹു പറയാണ് നിങ്ങൾ എണ്ണപ്പെട്ട ദിവസങ്ങൾ നോമ്പെടുത്താൽ മതി. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താ? മൻ ശഹിദ മിൻകും അശ്ശഹറ ഫൽയസും.
വിശുദ്ധമായ റമദാൻ മാസം കടന്നു വരുമ്പോൾ ആ മാസത്തിൽ നിങ്ങൾക്ക് സാക്ഷിയാകാനായാൽ, ആ മാസത്തിൽ നിങ്ങൾ കഴിഞ്ഞുകൂടാൻ അവസരം കിട്ടിയാൽ നിങ്ങൾ നോമ്പെടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനു ശേഷം ഒരു 5-6 ദിവസമൊക്കെ നോമ്പെടുത്ത് ഇനി അവസാനിപ്പിച്ചോളെ എന്ന് പറഞ്ഞത് നമ്മൾ കാണുന്നില്ല. സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ അവർ കൃത്യമായി നോമ്പെടുത്തതിന്റെ ചരിത്രങ്ങൾ നമുക്ക് കാണാനാകുന്നു. അപ്പൊ സ്വഹാബത്ത് എങ്ങനെ ഈ ആയത്തിനെ മനസ്സിലാക്കി? വേറെ ചില ആൾക്കാര് നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മളെങ്ങനെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുങ്ങി തയ്യാറായി നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു, വാഖിമി സ്വലാത്ത ലിദിക്രി. അതിനർത്ഥം എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കരിക്കുക. അപ്പൊ ഓർക്കാൻ വേണ്ടിയുള്ള നിസ്കാരമാണ്. അള്ളാഹുവിനെ ഓർത്താൽ നിസ്കാരം കഴിഞ്ഞു. തെളിവെന്താ? സൂറത്ത് ത്വാഹയിലെ ആയത്താണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു കൽപ്പിച്ച കൽപ്പനയാണ്. ആ ആയത്തിൽ അങ്ങനെയാണോ മനസ്സിലാക്കിയത്? പിന്നെന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഓർമ്മപ്പെടുത്തിയത്? നിങ്ങൾ അള്ളാഹനെ ഓർക്കാനായിട്ടുള്ളത് പറഞ്ഞാൽ പോലെ. അപ്പൊ സഹോദരങ്ങളെ, ഓരോ ആയത്തിനെയും എങ്ങനെ സ്വഹാബത്ത് മനസ്സിലാക്കി ആ ഉത്തമ തലമുറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റ് കൊടുത്ത അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ അല്ലാഹ് തെരഞ്ഞെടുത്ത ആ സംഘം എങ്ങനെ ഓരോ ഇസ്ലാമിക പ്രമാണങ്ങളെയും ഓരോ കൽപ്പനയെയും എങ്ങനെ മനസ്സിലാക്കി, അതുപോലെ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ തൗഹീദിനെ വിശദീകരിക്കുന്നിടത്ത് ചില ആളുകൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിനെ വിശദീകരിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അതിനെ മാത്രം ആരാധിക്കുന്നു എന്ന ഇബാദത്തിന്റെ കൂടെ ആരാധന എന്നതിന്റെ കൂടെ 2 വാക്കും കൂടി ചേർത്ത് വെച്ചു. നിന്നെ മാത്രം അനുസരിക്കുന്നു, നിനക്ക് മാത്രമാണ് അടിമത്തം ഞങ്ങളുടെ. ഈ 2 വാക്കും കൂടി അതിനോട് ചേർത്ത് വെച്ചു. അതുകൊണ്ട് അള്ളാഹിനെ മാത്രമേ അനുസരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അള്ളാഹിന്റെ നിയമങ്ങളെ മാത്രമേ അനുസരിക്കാൻ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ നിയമങ്ങളല്ലാത്ത മറ്റു നിയമവ്യവസ്ഥകളെ അനുസരിക്കേണ്ട സാഹചര്യം അത് വിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ വ്യാഖ്യാനിച്ചു. പിന്നെ നടക്കൂല തോന്നിയപ്പോൾ ഈ അടുത്ത് എന്ത് ചെയ്തു? പത്രക്കുറിപ്പ് ഇറക്കി, ഞങ്ങളെ കുറച്ച് ആദർശമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചൊന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് പത്രക്കുറിപ്പ് ഇറക്കേണ്ടി വന്നു. ഈ ആയത്തിറങ്ങിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് പൂർണ്ണമായി ആദ്യം ഇറങ്ങിയത് സൂറത്തുൽ ഫാത്തിഹയാണ്. ആദ്യമായി പൂർണ്ണമായ ഒരു സൂറത്തായി ഇറങ്ങിയതാണ് സൂറത്തുൽ ഫാത്തിഹ. അതിലാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അതിനുശേഷവും ഇസ്ലാമികമായ നിയമവ്യവസ്ഥയിൽ അല്ലാതെ കഴിഞ്ഞുകൂടുന്ന എത്ര ഇടങ്ങളിലാണ് സ്വഹാബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചത്. ഇതൊക്കെ മുൻഗാമികൾ മനസ്സിലാക്കിയത് ഏത് രൂപത്തിലാണ് ഈ ആയത്തുകളെയും ഹദീസുകളെയും ഈ പ്രമാണങ്ങളെ എന്ന് ബോധ്യപ്പെട്ടാൽ അതിനനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ ആ ഫിർഖത്തുൻ നാജിയാകുക. അതാണ് സലഫി പ്രസ്ഥാനത്തിന്റെ ഒരു വ്യതിരക്തത എന്ന് പറയുന്നത്. ഒന്നാമത്തെ പ്രത്യേകത, പ്രമാണങ്ങളെ സ്വീകരിക്കുമ്പോൾ സ്വന്തം ബുദ്ധിയുടെയും സ്വന്തം താല്പര്യങ്ങളുടെയും ഇഷ്ടങ്ങളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഈ സ്വഹാബത്ത് എങ്ങനെയാണ് റസൂൽ ഇത് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഉൾക്കൊണ്ടത് എന്നതിനെ ഉൾക്കൊള്ളാം. രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം തെളിവാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിനെ സ്വീകരിക്കണം. നമ്മൾ ഇന്നും 17 തവണ നിർബന്ധമായും പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. നിർബന്ധമായി 17 തവണയും സുന്നത്തായി അതിലേറെ തവണ. എന്താണ് ഇതിൽ നമ്മൾ പറയുന്നത്? അല്ലാഹുവേ നേരെ ചൊവ്വയുള്ള മാർഗത്തിൽ സിറാത്തുൽ മുസ്തഖീമിൽ നീ ഞങ്ങളെ വഴി നടത്തണേ. എന്നിട്ട് അത് ആരുടെ മാർഗമാണ്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. നമ്മൾ പടച്ചവനോട് തേടിയത്. ശരിക്കും സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേക ആ പ്രാർത്ഥനയിൽ പ്രത്യേകത ഉണ്ട്. നമ്മളിങ്ങനെ അള്ളാഹുവിനോട് ഓരോ ആയത്ത് ഓതുമ്പോഴും അള്ളാഹു നമ്മളോട് സംസാരിക്കുകയാണല്ലോ. നിസ്കാരത്തിൽ നമ്മൾ ആ സൂറത്തുകൾ ഓതുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, എന്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നു, എന്നെ സ്തുതിച്ചിരിക്കുന്നു, എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അല്ലാഹ് ഇങ്ങനെ പറയാണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ സഹായം തേടൂ. ആ സമയത്ത് അള്ളാഹ് പ്രതികരിക്കുകയാണ്, ഇത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാറാണ്. ഇനി എന്റെ അടിമ എന്തെന്നോട് ചോദിക്കുന്നോ അത് ഞാൻ എന്റെ അടിമക്ക് കൊടുക്കും. 10 ലക്ഷം തരണേന്നല്ല പിന്നെ നമ്മൾ ചോദിക്കുന്നത്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ വഴിയിൽ നേരിന്റെ മാർഗത്തിൽ നീ ഞങ്ങളെ വഴി നടത്തണേ. അതാരുടെ മാർഗമാണ്? നീ അനുഗ്രഹിച്ചവരാകുന്ന സുദ്ദീഖുകളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും നബിമാരുമാകുന്ന ആ സത്യസന്ധരുടെ മാർഗത്തിൽ. എന്നിട്ട് നമ്മൾ പറയാണ്, 2 മാർഗത്തിൽ നീ ഞങ്ങളെ വഴി നടത്തരുത്. നിന്റെ കോപത്തിന് അർഹരായ യഹൂദരുടെ മാർഗത്തിൽ നീ വഴി നടത്തരുത്.
തഫ്സീർ സഅദിയിൽ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞത്, എന്താണ് യഹൂദർക്ക് സംഭവിച്ച പ്രശ്നം? അവരുടെ പ്രശ്നം അല്ലദീന അറഫുൽ ഹഖ് വതറകൂ, അവർ സത്യം മനസ്സിലാക്കും എന്നിട്ട് പിന്നെ അതിനെ ഒഴിവാക്കും. സത്യം മനസ്സിലാക്കും, ഇന്നതൊക്കെയാണ് പ്രമാണത്തിൽ ഉള്ളത് എന്ന് അവർക്കറിയാം, എന്നിട്ട് അതിനെ മാറ്റി വെച്ചുകൊണ്ട് അവർ തോന്നിയ പോലെ ജീവിക്കും. അവരോടൊപ്പം നീ ഞങ്ങളെ ചേർക്കരുത് എന്ന് നമ്മൾ തേടിയത്. വലദ്ദാലീൻ, വഴികേട് സംഭവിച്ച നസാറാക്കളുടെ കൂടെയും ഞങ്ങൾ ഉണ്ടാകരുത്. അവരുടെ പ്രത്യേകത എന്താ? അവര് കുറെ കാര്യങ്ങൾ ചെയ്യും. ഒരു ജഹലിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കാര്യത്തിന് തെളിവുണ്ടോ നോക്കൂല, അങ്ങനെ ചെയ്യും. ഇവരുടെ കൂട്ടത്തിലും ഞങ്ങൾ ഉണ്ടാകരുത് എന്നാണ് നമ്മൾ തേടുന്നത്. രണ്ട് കാര്യം ഇവിടെ പറഞ്ഞത്. ഒരു വിഭാഗം തെളിവ് കിട്ടിയാലും സ്വീകരിക്കാതെ തോന്നിയ പോലെ ജീവിക്കും. രണ്ടാമത്തെ വിഭാഗം പലതും ചെയ്യും, ഈ ചെയ്യുന്നതിന് തെളിവുണ്ടോന്ന് അന്വേഷിക്കൂല. ഇതിൽ രണ്ടിലും നീ ഞങ്ങളെ ചേർക്കരുത്. അല്ലാഹുവേ, നീ ഞങ്ങളെ നടത്തേണ്ടത് നീ അനുഗ്രഹിച്ച നബിമാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ അനുഗ്രഹീത വഴിയില്ല. ആലോചിച്ച് നോക്കി, ഈ ആയത്തിന് മുന്നിൽ വെച്ച് നമ്മളുടെ സമൂഹം ഓരോ കാര്യത്തിനും സ്വീകരിക്കുന്ന നിലപാടെന്ന്, ഒരു കാര്യത്തിൽ തെളിവ് കിട്ടിയാൽ അത് സ്വീകരിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിന് ഭ്രാന്താണെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ കേട്ടില്ലല്ലോ. അപ്പൊ പറയുന്നത് പിന്നെ ബൈത്തുൽ മുഖദ്ദസ് പോയി വന്നു എന്നാ പറയുന്നത്, 7 ആകാശത്തേക്ക് യാത്ര ചെയ്തു എന്നാണ് പറയുന്നത്. ഒറ്റ കാര്യമല്ലേ ചോദിച്ചോളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എങ്കിൽ അത് സത്യം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് സത്യമാണ്, ഉള്ളതാണ്. അതാണ് വിശ്വാസിയുടെ നിലപാട്. പിന്നെ അതിനെ വ്യാഖ്യാനിച്ച് ഒപ്പിച്ച് അതിനെ വിശദീകരിച്ച് അതിന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ള ശ്രമമല്ല. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനൂ ഇസ്രായേലിന്റെ ഒരു സംഭവം സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അവര് ഒരു പശുവിന്റെ പുറത്ത് യാത്ര ചെയ്തു. ആ പശുവിന്റെ പുറത്ത് യാത്ര ചെയ്തപ്പോ പശു പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല, ഞങ്ങൾ കൃഷിയുടെ ഒക്കെ ആവശ്യത്തിന് സൃഷ്ടിക്കപ്പെട്ടതാണ്. സ്വഹാബാട് കൂടിയിരിക്കുന്ന ആളുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ബഖറത്തുൻ തതകല്ലം, നബിയെ സംസാരിക്കുന്ന പശു? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞേ? സംസാരിക്കുന്ന പശു ഉണ്ട്, അതിന്റെ ശാസ്ത്രീയ വശം എങ്ങനെയാണെന്ന് വിശദീകരിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അബൂബക്കറും ഉമറും വിശ്വസിച്ചിരിക്കുന്നു. ചരിത്രത്തിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ അബൂബക്കറും ഉമറും ആ സദസ്സിലില്ല, റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹും അവർ വിശ്വസിച്ചിരിക്കുന്നു. ഇത് പറയുമ്പോൾ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു ആ സദസ്സിലില്ല. പക്ഷെ അത് പറയാനുള്ള ധൈര്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ അവർ വിശ്വസിക്കും. സഹോദരങ്ങളെ, ആ നിലപാടാണ് നമുക്കുണ്ടാകേണ്ടത്. ഇത് വെച്ച് നമ്മുടെ നാട്ടിലുള്ള ഓരോരുത്തരെയും നമ്മൾ അളന്നു നോക്കി എവിടെയാണ് സത്യമെന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇപ്പോ പറഞ്ഞ് CM-നെ പടച്ചോനാണ് എന്ന് പറഞ്ഞു. മമ്മുറും തങ്ങൾ ഖുതുബുസ്സമാനായി ആ കാലഘട്ടത്തിന്റെ അച്ചുതണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്താ ഖുതുബുസ്സമാൻ എന്ന് പറഞ്ഞാൽ? ഓരോ കാലത്തും അതാത് കാലത്ത് ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ആളുകൾ. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, ഇവിടെയൊക്കെ വന്ന് ജീവിക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവർ എപ്പോഴും കേരളത്തിൽ നിന്നുള്ള നമ്മളൊരു ചെറിയൊരു 10-14 ജില്ലന്റെ ഉള്ളിൽ എപ്പോഴും അത് തന്നെ, പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ നിന്നാണ് കൂടുതൽ എന്ത് ചെയ്യുക, ലോകം നിയന്ത്രിക്കാനുള്ള ആൾക്കാരെ കടന്നു വരിക. അതില് പുറത്തിയാടിപ്പോയത് നിഷേധനെ പോലെയുള്ള കുറച്ച് ആളുകൾ മാത്രമാണ്. മമ്മുറം തങ്ങള് ആ കാലഘട്ടത്തിലെ ലോകം മൊത്തം നിയന്ത്രിക്കുന്ന ഉത്തരവാദിത്തമുള്ള ആളായിരുന്നു എന്ന് ഈ ആളുകൾ തന്നെ പറയും. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40ാമത്തെ പേരക്കുട്ടിയാണ്. 40 പേരക്കുട്ടികൾ പിന്നിക്ക് പോയ അവസാന വെല്ലിപ്പാന്റെ അടുത്തൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ പറഞ്ഞ പരമ്പര സത്യമാണെങ്കിൽ നമ്മൾ അങ്ങനെ വിചാരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതും എല്ലാ പ്രഭാതത്തിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എന്താ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹി ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയല്ലത്. രാവിലെയും വൈകുന്നേരം നമ്മൾ തേടാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. പക്ഷേ നിന്റെ കാരുണ്യമാണ് നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നത്. അസ്ലിഹി ലി ശഅനി കുല്ലഹു, എന്റെ എല്ലാ കാര്യങ്ങളും റബ്ബേ നീ നന്നാക്കി തരണം. വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. കണ്ണൊന്ന് അടച്ചു തുറക്കാൻ ഉപയോഗിക്കുന്ന ഒരു സെക്കൻഡിന്റെയും ചുരുങ്ങിയ സമയം, അത്ര നേരം പോലും പടച്ചോനെ എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുത്.
ഈ വെല്ലിപ്പാന്റെ 40ാമത്തെ പേരക്കുട്ടികളെ ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെയും അപ്പുറം സ്വന്തം കാലിൽ വന്ന ഒരു രോഗം, അത് വലുതായി, അത് പഴുത്ത് കാലം മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞപ്പോ അതിന് കഴിയൂല എന്ന് പറഞ്ഞ് ആ പഴുപ്പുമായി തന്നെ ജീവിച്ച് അവസാനം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് മരിച്ച് മണ്ണോട് ചേർന്നൊരു മനുഷ്യൻ. അയാളുടെ ജീവിതവും സാഹചര്യവും അതിന്റെ ശരിയും തെറ്റൊക്കെ പടച്ചുകൊണ്ടെടുത്താണ്. ആ മനുഷ്യനാണ് ലോകം മുഴുവൻ ഇപ്പൊ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രല്ല, റബ്ബാണ് എന്ന്, പടച്ചോനാണ് എന്ന് പറഞ്ഞാലും അതിലിപ്പോ എന്താ തെറ്റ് എന്നാണ് ചില ആളുകൾ ഇനി വിശദീകരിക്കാൻ പറഞ്ഞത്. പടച്ചോനെന്ന് പറഞ്ഞാലോ എന്തായാലും പ്രശ്നം, അള്ളാഹ് അതിനുള്ള കഴിവ് കൊടുത്തു എന്ന് പറഞ്ഞു. മാത്രമല്ല, അത്തരം ചില ആളുകളുടെ സംസാരത്തിൽ നമുക്ക് ഇങ്ങനെ കേൾക്കാം. വേറെ ചില ആളുകൾ ഇത് ഏതോ ചങ്ങായി പാട്ടുണ്ടാക്കിയതാണ്, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്നൊക്കെ പറഞ്ഞു. വേറെ ചില ആളുകൾ ഇങ്ങനെ പറയണം, മൂപ്പർ ഇങ്ങനെ കണ്ടാല് പടച്ചോൻ തന്നെയാണോ മുന്നിൽ വന്നിക്കണേ നമുക്ക് ഇങ്ങനെ തോന്നുന്നത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പ്രാർത്ഥിച്ചത്? ഈ പ്രാർത്ഥനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. ഇതാണ് ഇസ്ലാമിലെ തെളിവ്. ഈ തെളിവിനെ കാണുന്ന ഏത് മനുഷ്യനാണ് ഇത്തരം ആശയങ്ങളെ, വ്യതിചലിച്ച ആശയങ്ങളെ പിന്തുണക്കാൻ ആർക്കാണ് സഹോദരങ്ങളെ സാധിക്കുക? അതുകൊണ്ട് തെളിവുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മുടെ നാടുകളിൽ ഖബറുകൾ കെട്ടിപ്പോകുന്നു. എന്താണ് ഇസ്ലാം അതിനെ കുറിച്ച് സംസാരിച്ച സംസാരം? എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു? ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുജസ്സസൽ ഖബർ വയുഖഅദ അലൈഹി വയുബ്ന അലൈഹി. ഖബറുകൾ കെട്ടിപ്പോക്കുന്നതും അത് കുമ്മായമടിക്കുന്നതും അതുമായി ഇരിക്കുന്നതും ഒക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു. ഇത് ഹദീസിൽ നമ്മൾ കാണും. വിശ്വാസിയുടെ നിലപാട് എവിടെയാണോ തെളിവുള്ളത് ആ തെളിവിനെ സ്വീകരിക്കുക. തെളിവാണോ നമുക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോ വേറെ ചില ആളുകൾ പറഞ്ഞത് നമ്മളെ ബുദ്ധിയോട് ചിന്തിച്ചിട്ട് എന്നെ നമുക്ക് മനസ്സിലാവും, അത് സ്വീകരിച്ചാൽ മതി. ബുദ്ധിയോട് സ്വീകരിച്ച് പിന്നെ അളന്നു നോക്കിയിട്ട് ഹദീസ് മാത്രമേ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുള്ളൂ. ചിലതൊക്കെ ബുദ്ധിയോട് ചിന്തിക്കുകയാണെങ്കിൽ ഖുർആൻ ആയത്തോട് സ്വീകരിക്കാൻ പറ്റുമോ? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 5 സ്ഥലത്താണ് മരിച്ച ആളുകളെ ഈ ദുനിയാവിൽ തന്നെ പടച്ചോൻ ജീവിപ്പിച്ചതിനെ കുറിച്ച് പറയുന്നത്. മരിച്ച ആളുകൾ മുഴുവൻ പരലോകത്ത് ജീവിച്ചു വരും, അതല്ല. മരിച്ചുപോയ, ജീവൻ നഷ്ടപ്പെട്ടു പോയ ചില മനുഷ്യരെ, ചില ജീവികളെ അള്ളാഹു പിന്നെയും അവർക്ക് ഈ ദുനിയാവിൽ തന്നെ ജീവൻ കൊടുത്തതിനെ കുറിച്ച് സൂറത്തുൽ ബഖറയിൽ 5 സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു. വ്യത്യസ്ത സംഭവം. ഒരു മനുഷ്യൻ തനിക്ക് കിട്ടിയ പരിമിതമായ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അയാൾക്ക് എങ്ങനെയാണ് അത് സ്വീകരിക്കാൻ പറ്റുക? ബനൂ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് തന്നെ 2 സംഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിലൊന്ന്, ബനൂ ഇസ്രായേലിനോട് പശുവിനെ അറുക്കാൻ പറഞ്ഞ സംഭവമുണ്ട്. അവർ ആവർത്തിച്ച് ചോദിച്ചു, അത് എങ്ങനത്തെ പശുവാണ്, എന്ത് കളറാണ്, എന്താണ് ഇതിന്റെ ഗുണം എന്നൊക്കെ ചോദിച്ച സംഭവം ഉണ്ടല്ലോ. എന്തിനാണ് അത് അറുക്കാൻ പറഞ്ഞത്? അവരുടെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടു. ആരാണ് ആ മനുഷ്യനെ കൊന്നുകളഞ്ഞതെന്ന് അറിയാൻ അള്ളാഹു ചെയ്ത എന്താ? ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞു. അതിന്റെ മാംസത്തിന്റെ ഒരു ഭാഗം എടുത്ത് ഈ മരിച്ചു കിടക്കുന്ന ആളെ അടി കൊടുക്കാൻ പറഞ്ഞു. അയാൾ എഴുന്നേറ്റു, ജീവൻ കിട്ടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇന്ന ആളാണ് എന്നെ കൊന്നത്. ആള് വീണ്ടും മരണപ്പെട്ടു. ബുദ്ധി കൊണ്ട് പ്രമാണങ്ങളെ അളക്കാൻ ശ്രമിച്ചാൽ ഇതിനെങ്ങനെയാണ് ദുനിയാവിന്റെ സാഹചര്യം വെച്ചുകൊണ്ട് നമ്മളെങ്ങനെ ഇതിന് മറുപടി കൊടുക്കുക? പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ അള്ളാഹു അവതരിപ്പിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി തന്നു. സ്വഹാബത്ത് അത് ഉൾക്കൊണ്ടു. തെളിവാണ്. ആ തെളിവിനെ സ്വീകരിക്കുക എന്നത്. ബുദ്ധി കൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ, ഇന്നലെ നമ്മുടെ ദാഴിമീറ്റിലൊക്കെ നമ്മൾ കേട്ട സംഭവമാണല്ലോ, ലൗകാന ദീനു ബിർറഅയി. ഓരോരുത്തരുടെ അഭിപ്രായത്തിനും ചിന്തകൾക്കും ആലോചനകൾക്കും ഒക്കെ അനുസരിച്ചാണ് ദീന് എങ്കിൽ ലകാന അസ്ഫലുൽ ഖുഫി ഔലാ ബിൽ മസ്ഹി മിൻ അഅലാ. നമ്മളൊക്കെ ഷോക്സ് ധരിക്കും, കാലുറ ധരിക്കും. അത് ഉളു എടുക്കേണ്ട ഭാഗം പൂർണ്ണമായി മറഞ്ഞു നിൽക്കുന്ന സോക്സ് ആണെങ്കിൽ നമ്മൾ ഉളു എടുത്ത് ആ നിയ്യത്തോടു കൂടിയാണ് ധരിച്ചതെങ്കിൽ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു രാവും പകലും ഉളു എടുക്കും, അതിന്റെ പുറത്ത് തടവിയാൽ മതി. എങ്ങനെ തടവേണ്ട? മേലെ ഒന്ന് തടവി കൊടുക്കുക. ഇനി നമ്മള് ഓരോരുത്തരുടെ അഭിപ്രായവും ചിന്തയും ബുദ്ധിയൊക്കെയാണ് ദീനെങ്കിൽ അലി റളിയല്ലാഹു അൻഹു പറയാണ്, തടവേണ്ടത് താഴെയാണ്. കാരണം അഴുക്കാകുക താഴ്ഭാഗത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖുഫയിൽ തടവുന്നത് ഞങ്ങൾ കണ്ടത്. അലല്ലാഹി ഖുഫൈ, ഖുഫയുടെ പുറത്ത് തടവുന്നതാണ് ഞങ്ങൾ കണ്ടത്. അപ്പോ ഒരുത്തന്റെ ഈ സഹോദരങ്ങളെ ബുദ്ധി കൊണ്ടാണ് പ്രമാണത്തെ സ്വീകരിക്കേണ്ടതെന്നുള്ള നിലപാടിലേക്ക് വന്നാൽ ആരുടെ ബുദ്ധി?
ആരുടെ ബുദ്ധിയാണ് മാനദണ്ഡം? എല്ലാ മനുഷ്യർക്കും ഒരേ ബുദ്ധിയാണ് ഉണ്ടാകുക, ഒരേ ചിന്താശേഷിയാണ് ഉണ്ടാകുക. വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ മനുഷ്യന്മാർക്കാണ് വളരെ നിസ്സാരമായ കാര്യങ്ങളിൽ അബദ്ധം സംഭവിച്ചു പോയത്. ആരുടെ ബുദ്ധിയാണ് മാനദണ്ഡം? അതുകൊണ്ട് ദീനിന്റെ പ്രമാണങ്ങൾ എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ ആ നിലപാട് സ്വീകരിക്കുക. തെളിവുണ്ടോ ആ തെളിവിനെ ഉൾക്കൊള്ളുക. തെളിവില്ലാത്തതാണോ, എത്ര നല്ല കർമ്മമാണ് എന്ന് പറഞ്ഞാലും അതിനെ സ്വീകരിക്കുക. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പലതും ഉണ്ടാവും, പല പ്രാർത്ഥനാ സദസ്സുകൾ. അത് ഓരോ നാട്ടിലും ഓരോ ഉസ്താദ് വരും. ആ ഉസ്താദിന് തോന്നുന്നതായിരിക്കും അവിടുത്തെ ദീന്, അവിടുത്തെ പുതിയ പുതിയ ആചാരങ്ങൾ ഇങ്ങനെ വരും. ചിലപ്പോഴെങ്കിലും, ഞാൻ കുറ്റപ്പെടുത്താൻ പറയല്ല, ചിലപ്പോഴെങ്കിലും നമ്മളും ചില ആളുകളൊക്കെ എന്താ വെച്ചാല് എന്തായാലും ഒരു നല്ല കാര്യമല്ലേ നടന്നോട്ടെ, ഇപ്പൊ ഫാത്തിഹ സൂറത്ത് അവിടെ ഓതി, എന്താ പ്രശ്നം? സൂറത്തുൽ ഫാത്തിഹയല്ലേ, മഹത്തുള്ള സൂറത്തല്ലേ, എന്തായാലും ഭക്ഷണം കൊടുക്കലല്ലേ, നമ്മൾ അതിനെന്തിനാ എതിർക്കുന്നത്? സഹോദരങ്ങൾ, അങ്ങനെ ഒരു നന്മയുണ്ടെങ്കിൽ ആ നന്മ ഈ ലോകത്ത് നിർവഹിക്കാൻ ഏറ്റവും അർഹതയുള്ള, അതിന് കഴിയുന്ന ഒരു നന്മയും വിട്ടുപോകാതെ സ്വീകരിച്ച സ്വഹാബത്ത് അവരാണത് പ്രാവർത്തികമാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണത് പഠിപ്പിക്കുക. അപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതല്ലേ എന്നല്ല, അതിന് തെളിവുണ്ടോ? നസാറാക്കൾ കുറെ ചെയ്യുന്നു, തെളിവ് അന്വേഷിക്കൂല. അതല്ല നമ്മുടെ നിലപാട്. നാം വ്യതിരക്തമാകുന്നത് തെളിവുണ്ടോ, അതിനെ നമ്മൾ സ്വീകരിക്കും. ഇനി ഒരു കാര്യം തെളിവില്ലാത്തതാണോ, അത് എത്ര നല്ലതാണ് എന്ന് ആരൊക്കെ പറഞ്ഞാലും അതിനെ നമ്മൾ സ്വീകരിക്കുക. വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച എത്ര മഹത്വങ്ങൾ. സംസം വെള്ളത്തെ കുറിച്ച് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത് മനസ്സിൽ ആഗ്രഹിച്ചാണോ കുടിച്ചത് അതിനുള്ളതാണ്. രോഗശമനം ആഗ്രഹിച്ച് സംസം കുടിക്കുക, അത് മഹത്വമുള്ള വെള്ളമാണ്. ചില ആളുകളാണ് അതിപ്പോ മാഹുൽ മുബാറക് എന്ന് മഴവെള്ളത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആൻ. അത് മഴവെള്ളം ഇപ്പൊ ഈ ഏറ്റവും അവസാനത്തെ ഹജ്ജിന് പോയ ഒരാൾ കുറെ സ്ഥലത്ത് സീറ്റ് നോക്കി കിട്ടാതെ അവസാനം ഇങ്ങനത്തെ ഒരാളുടെ കൂടെ ഹജ്ജിന് പോയത്. ആ മനുഷ്യൻ പറയണേ, ആണെങ്കിൽ ഇവിടുന്ന് ഇപ്പൊ നമ്മള് ത്വവാഫ് കഴിഞ്ഞ് നമ്മൾ 2 നിസ്കരിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സംസം കുടിക്കുക എന്നുള്ള പുണ്യാണ്. ഹജ്ജിന് മുമ്പൊക്കെ നമ്മൾ ത്വവാഫ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു പുണ്യം എന്നുള്ള ആ സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളവർക്ക് വേണമെങ്കിൽ നിങ്ങൾ സംസം കുടിച്ചോളൂ. ഇവിടുന്ന് വെറുതെ കെട്ടിയെടുത്ത് നാട്ടിൽ കൊണ്ടും കൊണ്ടുപോണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, എന്തിനാണോ അത് കുടിക്കുന്നത് അതിനുള്ളത്, അത് പുണ്യമുള്ളത്, അത് മഹത്വമുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേ മനുഷ്യൻ തന്നെ ഒരു സംസാരത്തിൽ, ഇത് എന്നോട് കൂടെ യാത്ര ചെയ്ത ആൾ എന്നോട് നേരിട്ട് പറഞ്ഞാണ്. മറ്റേത് അദ്ദേഹത്തിന് അതിന് ശേഷമുള്ള ഒരു പ്രസംഗത്തിൽ ആ മനുഷ്യൻ പറയുന്നുണ്ട്. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് അജുവ കാരക്ക 7 എണ്ണം ഒരു ദിവസം കഴിച്ചാൽ അവന് വിഷമേൽക്കുകയോ സിഹർ ബാധിക്കുകയൊന്നും ചെയ്യില്ല. ഇപ്പൊ മദീനയിലെത്തിയപ്പോ ഈത്തപ്പഴം വാങ്ങാനുള്ള കടയിൽ കയറിയപ്പോ ഈ ഹദീസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഹജ്ജിന് പോയതല്ലേ എന്നുള്ളതുകൊണ്ട് വെറുതെ വെക്കാണിൽ കണ്ടതിന് ഉണ്ടാതിരുന്നാണ്. അല്ലെങ്കിൽ ഞാൻ ആ കടക്കാരെ വിഷം വാങ്ങി കൊടുക്കുമായിരുന്നു. എന്നിട്ട് അവരുടെ അജുവ തന്നോ അങ്ങോട്ട് വിഷം കഴിച്ചു ഞാൻ പറയുമായിരുന്നു എന്ന് വളരെ അഭിമാനപൂർവ്വം സംസാരിക്കാൻ. അതിനോട് ചേർത്ത് പറഞ്ഞ വാക്യം എന്താ? ഓൽക്കല്ലേ അതൊക്കെ പറയാൻ പ്രശ്നമുണ്ടോ? ഞമ്മക്ക് എന്തും പറയാലോ. അത് ശരിയാണ്. വളയത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നവർക്ക് പ്രശ്നമുണ്ടോ? പുറത്തേക്ക് എങ്ങനെയും പോകാലോ. നമുക്കെന്തും പറയാലോ. എന്തും പറയാൻ പറ്റിയതല്ല സഹോദരങ്ങളെ ദീൻ എന്ന് പറഞ്ഞാൽ. ഓരോ കാര്യത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മഹത്വം പഠിപ്പിച്ചിരുന്നത് അങ്ങനെയാണ്. ഇപ്പോ പിന്നെ ഉംറക്കൊക്കെ പോയ ആളുകൾക്ക് ഇഷ്ടം പോലെ അനുഭവം ഉണ്ടാവും. ചില ആളുകൾ നമ്മുടെയൊക്കെ പള്ളികളിലുള്ളത് പോലെ തന്നെ ഒരു പുണ്യം കെട്ടിട്ടെന്ന് വിചാരിച്ച ആളുകൾക്ക് ഈത്തപ്പഴം കൊടുക്കും. വന്ന ആജിമാരോടൊക്കെ എടുക്കാൻ പറയും. അജുവയാണ് കൊടുക്കണതെങ്കിൽ 7 പോലും ഇങ്ങോട്ട് പറയും. ഏത് നാട്ടിലുള്ള സാധാരണക്കാരനാണെങ്കിലും. കാരണം അത് ഇസ്ലാമിന്റെ പ്രമാണത്തിലുള്ളത്. അജറുൽ അസ്വദുമായി ബന്ധപ്പെട്ട, സ്വറാത്തുമായി ബന്ധപ്പെട്ട, ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിഷയങ്ങൾ, അതൊക്കെ ഖബർ ശിക്ഷ എന്ന് പറഞ്ഞപ്പോൾ പരലോകത്തേക്ക് എത്തുന്നതിന്റെ മുമ്പ് ഒരു ശിക്ഷ, വിചാരണയുടെ മുമ്പുള്ള ഒരു ശിക്ഷ. അത് ലോക്കപ്പ് മർദ്ദനാണ് ചില ആൾക്കാർ വിശദീകരിച്ചത്. ഓരോ മനുഷ്യൻ സംസം വെള്ളത്തിന്റെ മഹത്വത്തെ താഴ്ത്തി കെട്ടി എത്രത്തോളം പറഞ്ഞു വെച്ചാൽ, ഞാൻ എന്റെ വീട്ടില് മലമൂത്ര വിസർജനത്തിനൊക്കെ പോകുമ്പോൾ ശുദ്ധീകരിക്കാൻ അതാണ് ഉണ്ടാവുന്നത്. ഇവിടെ വിശ്വാസിയുടെ നിലപാട് അള്ളാഹു പറഞ്ഞോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ, അത് കേട്ട സ്വഹാബത്ത് എന്ത് നിലപാട് സ്വീകരിച്ചു ആ നിലപാടിൽ നിലകൊള്ളുക. അതാണ് സലഫികൾ എന്ന് പറഞ്ഞാൽ. മുൻഗാമികളായ സലഫുകളെ ദീനിന്റെ കാര്യത്തിൽ പിൻപറ്റി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ആ നിലപാട് ഏത് വിഷയത്തിലും സ്വീകരിക്കാൻ സഹോദരങ്ങൾ നമുക്ക് കഴിയണം. അവസാനമായി ആ നിലപാട് സ്വീകരിച്ചു പോകുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ
ആ നിലപാട് സ്വീകരിച്ചു പോകുന്ന എല്ലാവരും സ്വസ്ഥമായി ജീവിക്കാൻ പറ്റിയ അവസ്ഥയിലൊന്നല്ല ഉണ്ടാവുക. കാലം മാറുന്നതിനനുസരിച്ച് പ്രമാണങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് ഉണ്ടാകുക. അവിടെ നമ്മൾ എടുക്കേണ്ട നിലപാട് എന്താണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. യഅതി അലന്നാസി സമാൻ, ജനങ്ങൾക്ക് ഒരു കാലം വരും. എന്താണ് ആ കാലത്തിന്റെ പ്രത്യേകത? അസ്വാബിറു ഫീഹിം അലാ ദീനിഹി കൽഖാബിർ അലൽ ജംർ. ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ തീക്കനൽ കയ്യിൽ പിടിച്ച് ജീവിക്കുന്നവനെ പോലെയായിരിക്കും. ഭയങ്കര നല്ല വർത്താനം മാത്രം കേട്ടുകാണ്ട് ജീവിക്കാനൊന്നും നമുക്ക് കഴിയില്ല. ചിലതൊക്കെ കുറ്റപ്പെടുത്തലുണ്ടാവും. ഇങ്ങോട്ട് വരുന്നതിന്റെ തലേ ദിവസം ചൊവ്വാഴ്ച ഒരു ലോറിസ്കാരം കഴിഞ്ഞെടുത്ത വലിയ ജമാഅത്തിന്റെ പ്രവർത്തകരോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ കുറെ കാര്യങ്ങള് നമുക്കറിയണ കുറെ കാര്യങ്ങൾ ചോദിച്ചു. മൂപ്പര് പറഞ്ഞത് ഞാൻ ഒന്നിനും ഉത്തരം പറയില്ല. നല്ല സുഖമുള്ള ഏർപ്പാടാണല്ലോ. അപ്പൊ എന്തെങ്കിലും ഉത്തരം പറയാത്ത ഒരു പ്രബോധകനല്ലേ നിങ്ങള്? ഒരു പ്രബോധകൻ എന്നുള്ള നിലക്ക് നിങ്ങളോട് ആൾക്കാർ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയണ്ടേ? വളരെ ഭയങ്കര ഗഹനമായ വിഷയം എന്നല്ല, വളരെ നിസ്സാരമായ വിഷയങ്ങളാണ് ചോദിച്ചത്. അത് ഉത്തരം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ തെറ്റുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയും തർക്കമൊക്കെ ആയാലേ നമ്മൾ തെറ്റും. പ്രബോധനം ചെയ്തിട്ട് തെറ്റാൻ പാടില്ല. ഇപ്പൊ പറഞ്ഞത് നിങ്ങളുടെ നിലപാടാണ് ശരിയെങ്കിൽ ലോകത്തിൽ ഏറ്റവും പരാജയപ്പെട്ടു പോയ പ്രബോധകൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും. കാരണം എന്താ? അൽ അമീൻ അസ്വാദിഖ് എന്ന് വിളിച്ച അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അശ്ശാഇർ, സാഹിർ, മജ്നൂൻ എന്നൊക്കെ വിളിച്ചത്. വിശ്വസ്തനാണ് എന്ന് വിളിച്ച അതേ ജനതയാണ് അതേ നാവുകൊണ്ട് അതൊരു ഭ്രാന്തനാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്. പ്രബോധനം ചെയ്യുമ്പോൾ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നും ഉണ്ടാകരുത്. അതുകൊണ്ട് ആര് ചോദിച്ചാലും ഉണ്ടാകാത്ത എന്നുള്ള നിലപാടാണ് ശരിയെങ്കിൽ പ്രബോധന രംഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരാജയപ്പെട്ടു എന്ന് നമ്മൾ പറയേണ്ടി വരും എന്ന് ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മൾ ഈ ദീനിന്റെ നിലപാട് സ്വീകരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായി നമ്മളുടെ വസ്ത്രം നിര്യാണിക്ക് മുകളിലേക്ക് കയറും. നമ്മളുടെ മുഖത്ത് താടി വരും. നമ്മൾ നിഷ്ഠയുള്ള ആളുകളാകും. നമ്മൾ ജമാഅത്തിന് പള്ളിയിലെത്തും. നമ്മൾ ചില കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും. എല്ലാ ആഘോഷങ്ങളിലും നമ്മുടെ സാന്നിധ്യം ഉണ്ടാവുകയില്ല. ചിലതിനോട് നമ്മൾ വിട്ടുനിൽക്കും. അത് ദീനിന്റെ ഭാഗമായി വിട്ടുനിൽക്കുന്നതാണ്. അങ്ങനെ ചിലയിടങ്ങളിലൊക്കെ ചില പരിഹാസവാക്കുകൾ കേൾക്കേണ്ടി വരും. എന്തും കഴിക്കുന്ന, എന്തും കുടിക്കുന്ന, എവിടെയും സാന്നിധ്യം അറിയിക്കുന്ന, എന്തിനേയും സ്വീകരിക്കുന്ന, ഏതും ആഹ്ലാദവും ആഘോഷവുമായി സ്വീകരിക്കുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് ഉണ്ടാകൂല. അവിടെയൊക്കെ ചില നിലപാടുകൾ ഉണ്ടാകും. ആ നിലപാടെടുക്കുമ്പോൾ കുറെ പരിഹാസങ്ങൾ, കുറെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. അവിടെയും നമ്മുടെ മാർഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീക്കനൽ കയ്യിൽ പിടിച്ചു നിൽക്കുന്നവനെ പോലെയുള്ള അവസ്ഥ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. അവിടെ നമ്മൾ എന്തു ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ ജീവിക്കുന്ന ഒരു കാലത്ത് സത്യം പറയുമ്പോ അത് അസത്യമായി വ്യാഖ്യാനിക്കപ്പെടും. അതൊരു പുതിയ കാര്യമായി വ്യാഖ്യാനിക്കപ്പെടും. പ്രമാണത്തിനുള്ള ഒരു കാര്യം ആളുകളോട് സംസാരിക്കുമ്പോ ഇതൊന്നും ഞങ്ങൾക്ക് കേട്ട് പരിചയമില്ല എന്ന് പറഞ്ഞ് നിങ്ങളെന്തോ പുതിയ ആശയം പഠിപ്പിക്കാണ് എന്ന കുറ്റപ്പെടുത്തൽ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാം ഗരീബ വസയഊദു കമാ ബദഅ. ഇസ്ലാം തുടങ്ങിയത് അപരിചിതമായ അവസ്ഥയിലാണ്. അതേ അവസ്ഥയിലേക്ക് അത് മടങ്ങും. പക്ഷെ ഒരു സന്തോഷ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫതുംബാലിൽ ഖുറബ. ആ അപരിചിതർ എന്ന് പരിചയപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടല്ലോ, സത്യം സ്വീകരിച്ച, പ്രമാണത്തിന്റെ കൂടെ നിലപാട് സ്വീകരിച്ച, വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാന രംഗങ്ങളിൽ എന്താണ് ഹദീസിലുള്ളത്? ചില ആളുകളൊക്കെ സലഫി പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്താറുള്ളത് അവർ അക്ഷരപൂജകരാണെന്നവർ. എന്താണോ ഖുർആനിലും ഹദീസിലുള്ളത് അത് അങ്ങനെ തന്നെ സ്വീകരിക്കുന്നവർ. നമുക്കിടയിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വിവിധ വിഭാഗങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ചാനൽ ചർച്ച, അതിലിങ്ങനെ പറയാണ്, സംഘടനാ സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളടുത്താണ് അൽഹംദുലില്ലാഹ്. പക്ഷെ നമുക്കൊരു നെഗറ്റീവ് ഉണ്ട്. എന്താ? ഏത് കാര്യത്തിലും ബാക്ക് ടു ടെക്സ്റ്റ്. നേരെ ഒരു കാര്യം വന്നാൽ അത് പ്രമാണത്തിലുള്ളത് നോക്കിയിട്ട് എന്താണോ ഖുർആനിൽ ആ പറഞ്ഞ പ്രയോഗത്തിന്റെ വിശദീകരണം അതാണ്. ഖുർആനിൽ ഹദീസിലുള്ള എന്താ നോക്കിയിട്ട് ആ ടെക്സ്റ്റിലുള്ളത് അങ്ങനെ തന്നെ കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ് അവര്. അത് നമ്മുടെ ഒരു കുറവ് പറഞ്ഞതാണെങ്കിൽ അത് നമ്മുടെ ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റിയെ നിലനിർത്താൻ നമുക്കാകണം. ഖുർആനിലും ഹദീസിലും അത് നമ്മുടെ മാർഗരേഖയാണ്. അത് നമ്മുടെ വിജയത്തിനുള്ള വഴിയാണ്. അതിലെന്തുണ്ടോ അത് അതേപടി സ്വീകരിക്കുമ്പോൾ ഇത്തരം ചില പദപ്രയോഗങ്ങൾ കേൾക്കേണ്ടി വരും.
അത് കേട്ടിട്ടും ഈ നിലപാട് സ്വീകരിച്ച് ഉറച്ചു നിൽക്കുന്ന ആ പുതിയ ആശയക്കാര് എന്ന സമൂഹം വിളിക്കുന്നവരില്ലേ, ഫതൂബ ലിൽ ഖുറബാ, അവർക്ക് എന്റെ മംഗളാശംസകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിനർഹരാകാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ മാനദണ്ഡം വെച്ച് സലഫുകൾ എങ്ങനെ ഓരോ കാര്യത്തെ സ്വീകരിച്ചോ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോ സ്വഹാബത്ത് എങ്ങനെ അതിനെ ഉൾക്കൊണ്ടോ, ആ മാനദണ്ഡം വെച്ച് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കുന്ന, തെളിവില്ല എന്ന് മനസ്സിലായാൽ എത്ര നന്മയായി ആരൊക്കെ പരിചയപ്പെടുത്തിയാലും അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന നിലപാടെടുക്കാൻ നമുക്ക് ഉണ്ടാകാൻ സാധിക്കണം. ആ നിലപാടാണ് അനേകം സംഘങ്ങളിൽ നിന്ന് നമ്മെ വ്യതിരക്തമാക്കുന്നത്. ആ വ്യതിരക്തതയാണ് ഫിർഖത്തുൻ നാജിയയുടെ വ്യതിരക്തതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവിടെ നമ്മൾ ഉണ്ടാവുക, തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ നമ്മൾ കാരണം ഇവിടെയുള്ള മലയാളികൾ കുറെ ആളുകൾ അങ്ങോട്ട് എത്താനുള്ള അധ്വാനങ്ങളും പരിശ്രമങ്ങളും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ, നന്മയോടൊപ്പം ജീവിതത്തെ നിലനിർത്തി മുന്നോട്ട് പോകാൻ നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി